നമസ്കാരം മക്കളെ, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഉറപ്പായി വരുന്നൊരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കുക എന്ന് പറയുന്ന ചോദ്യം. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം പരിചയപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മളെ മനസ്സിലെ കിളി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു പിക്കിലു എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഒരു ചോദ്യം എങ്ങനെയാണ്, മനസ്സിലെ കിളി ഓർമ്മയില്ലേ, കൂട്ടിലടക്കപ്പെട്ട മൈനയെ സ്വന്തമാക്കിയ പിക്ലു ആണ്. പിക്ലു എന്ന കഥാപാത്രത്തിന് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പൊ ഏത് കഥാപാത്ര നിരൂപണം നമ്മൾ തയ്യാറാക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ആ കഥാപാത്ര നിരൂപണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന്, കഥയുടെ പേര്, ഏത് കഥയാണ്, ആരെഴുതിയ കഥയാണ് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ പരിചയപ്പെടണം. അടുത്തത് കഥാപാത്രത്തിന്റെ പേര് എന്താണ്, അത് എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. രൂപം, വേഷം, സ്വഭാവം, ആരുടെ, കഥാപാത്രത്തിന്റെ രൂപം, കഥാപാത്രത്തിന്റെ വേഷം, കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണ്. അടുത്തത് മറ്റു കഥാപാത്രങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. അടുത്തത് സമാന കഥാപാത്രമാണ്. ഇതുപോലുള്ള മറ്റേതെങ്കിലും ഒരു കഥാപാത്രത്തെ നിങ്ങൾ എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ? മുൻപ് നിങ്ങൾ പഠിച്ചിരുന്ന ക്ലാസ്സുകളിലെ ഏതെങ്കിലും കഥകളിലോ അതുപോലെ തന്നെ നോവലുകളിലോ ഒക്കെ ഇതുപോലുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിലേക്ക് എന്ന് പറയുന്ന പിക്ലു പോലുള്ള ഒരു കഥാപാത്രം നിങ്ങൾ പഠിച്ചിരുന്നു. അതാണെന്ത്, സമാന കഥാപാത്രം എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങളുടെ അഭിപ്രായമാണ്. എന്താണ് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും എനിക്ക് ഈ കഥാപാത്രത്തെ ഇഷ്ടമായി, എനിക്ക് കഥാപാത്രം ഇഷ്ടമായില്ല, ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യണം, കഥാപാത്ര നിരൂപണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിക്ലുവിന്റെ കഥാപാത്ര നിരൂപണം ഒന്ന് വായിച്ചു നോക്കാം. ബിമലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്ലു. പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ ഒരു കൊച്ചു ബാലനാണ്. കഥയിൽ പിക്ലുവിന്റെ രൂപമോ പ്രായമോ വ്യക്തമായി പറയുന്നില്ലെങ്കിലും അവന്റെ പ്രവൃത്തികളിലൂടെ വാക്കുകളിലൂടെയും വ്യക്തമാകുന്ന സ്വഭാവ സവിശേഷതകൾ വായനക്കാരുടെ മനസ്സിൽ പതിയുന്നു. പിക്ലുവിന്റെ ദിനചര്യ പക്ഷികളുടെ കളകൂജനത്തോടെയാണ് ആരംഭിക്കുന്നത്. അവൻ പൂന്തോട്ടത്തിലെ പക്ഷികളെ വീക്ഷിക്കുകയും അവയുടെ വൈവിധ്യത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നു. പക്ഷികളുടെ എണ്ണം കണക്കാക്കുന്നതും അവയുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നതും അവയുടെ പ്രകൃതി സ്നേഹത്തിന്റെ തെളിവാണ്. പ്രകൃതിയുടെ ഓരോ ചലനവും അവനിൽ കൗതുകവും ആഹ്ലാദവും നിറയ്ക്കുന്നു. കൂട്ടിലടച്ച മൈനയുടെ ദുഃഖം പിക്ലുവിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. മൈനയെ കൂട്ടിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ പിക്ലു കാണിക്കുന്ന ധൈര്യം ശ്രദ്ധേയമാണ്. ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പിക്ലുവിന്റെ കഥാപാത്ര നിരൂപണം സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പിക്ലുവിന്റെ ചേട്ടനായിട്ടുള്ള ടോട്ടന്റെ കഥാപാത്ര നിരൂപണവും. അപ്പൊ ഏത് കഥാപാത്ര നിരൂപണം ചോദിച്ചാലും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വെക്കുക മക്കളെ. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫാസ്റ്റ് ടാഗ് ബാച്ചിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ടാഗ് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന മക്കളോട് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് മുഴുവൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഡിസംബർ മാസം എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യും. ജനുവരി ഫെബ്രുവരി മാസത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അടിപൊളി ബാച്ചാണ് നമ്മുടെ ഫാസ്റ്റ് ടാഗ് ബാച്ച് എന്ന് പറയുന്ന എജുപോർട്ടിന്റെ പുതിയ ബാച്ചാണ്. ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.